വന്യജീവി പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. അതിനെതിരെ ഇപ്പോൾ കേരള കർഷക അതിജീവന സംയുക്ത സമിതി രംഗത്ത് വന്നിട്ടുണ്ട്. മൃഗങ്ങളല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് നൽകുമെന്നും ജനറൽ സെക്രട്ടറി ചാക്കോ കാളാമ്പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരള കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വം നൽകുന്ന കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് കർഷക അതിജീവന സംയുക്ത സമിതി. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വന്യമൃഗ ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെടുന്ന സംഭവം ആവർത്തിക്കുമ്പോഴാണ് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന. വന്യമൃഗ ശല്യമല്ലാതെ മറ്റേത് വിഷയമാണ് വയനാട്ടിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയെന്ന് കർഷകരുടെ കൂട്ടായ്മ ചോദിക്കുന്നു. സംസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇറക്കിയ ഒരു പ്രസ്താവന സാധാരണക്കാരെ അങ്ങേയറ്റം അപമാനിക്കുന്ന വിധത്തിലാണ്. അദ്ദേഹം ആ സ്ഥാനത്തിന് പോലും യോഗ്യനാണോ എന്ന് ഞങ്ങൾ കർഷക അതിജീവന സമിതി സംശയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകുന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സമയത്ത് വന്യജീവി ആക്രമണങ്ങളൊന്നും ഇലക്ഷനെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വിഷയമല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇലക്ഷനെ ബാധിക്കുന്ന എന്ത് വിഷയമാണ്? വിദേശത്തുള്ള വിഷയങ്ങളാണോ അതോ ഈ ഇസ്രായേൽ വിഷയമാണോ? ഇവിടുത്തെ സാധാരണക്കാരുടെ നൊമ്പരം അറിയാതെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമാണ്. അവരവന്റെ ഉത്തരവാദിത്തമുള്ള ഒളിച്ചോട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയവും കർഷക അതിജീവന സംയുക്ത സമിതി വ്യക്തമാക്കുന്നു. ഈ ജനങ്ങളെ അവരുടെ ദുരിതത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് മാത്രമേ ഇവിടെ ഈ ജനങ്ങൾ സ്വീകാര്യം നൽകുകയുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും വന്നു പോകുന്ന ദേശീയ നേതാക്കളെ കൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൃഗങ്ങളുടെ വോട്ടല്ല, ജനങ്ങളുടെ വോട്ടാണല്ലോ അവരെ പാസ്സാകുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തൊരു ഇനി നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ്. വയനാട്ടിൽ കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. സിനോജ് നമുക്കൊപ്പം തത്സമയമുണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറവൂരിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുകയാണോ? പ്രത്യേകിച്ചും എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന അത് ഇവർ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ. തീർച്ചയായും സുജയ പാർവതി, കാരണം വയനാടും ഇടുക്കിയും പോലുള്ള മണ്ഡലങ്ങളിൽ ഈ വന്യമൃഗ ശല്യമല്ലാതെ മറ്റേത് വിഷയമാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടതെന്നാണ് ഈ കർഷക സംഘടനകളുടെ കൂട്ടായ്മ ചോദിക്കുന്നത്. ഈ ചോദ്യം വനം മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചർച്ചയാകില്ല എന്ന് പറഞ്ഞാലും വാർത്തയാണ്, ചർച്ചയാകുമെന്ന് പറഞ്ഞാലും വാർത്തയാണ്. കാരണം ഇത് വനമന്ത്രിക്ക് ഇത് കഴിച്ചിട്ട് തുപ്പാനും ഇറക്കാനും കഴിയാത്ത ഒരു സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. കർഷക സംഘടനകൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് വനം മന്ത്രി പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. മറ്റ് വിഷയങ്ങളല്ല, പലസ്തീൻ വിഷയമോ അല്ലെങ്കിൽ അമേരിക്കൻ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കർഷകരുടെ സാധാരണക്കാർ നേരിടുന്ന വിഷയങ്ങളാണ്. കാരണം സമീപകാലത്ത് കാട്ടാനയുടെ ആക്രമണത്തിലും കടുവയുടെ ആക്രമണത്തിലും കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വരെ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വർഗമായ കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നത് പലതവണ ഈ വനം മന്ത്രിക്ക് തന്നെ രേഖാമൂലം ഈ അപേക്ഷ നൽകിയതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എഴുതി നൽകിയതാണ്. പക്ഷേ അതൊന്നും തന്നെ ചർച്ച ചെയ്യാനോ വായിച്ചു നോക്കാനോ വനമന്ത്രി തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നതെന്നാണ് കർഷക കൂട്ടായ്മ പറയുന്നത്. ഏതായാലും വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന കാര്യം ചിന്തിക്കുന്നുണ്ടെന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു അല്പം പിന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. കാരണം രണ്ട് ദേശീയ നേതാക്കളാണ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തുന്നത്, രാഹുൽ ഗാന്ധിയും ആനി രാജയും. ആ ഘട്ടത്തിൽ ഒരു കർഷക പ്രതിനിധി നിർത്തണമോ എന്നൊരു ആശങ്ക ഈ കർഷക സംഘടനകൾക്കുണ്ട്. ഏതായാലും ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കർഷകർ അത് നോക്കി മാത്രമേ, അതായത് വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നൊരു നിലപാടാണ് കർഷക സംഘടനകൾ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ പ്രചാരണത്തിലും ഈ വിഷയം ഏത് രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കുന്നെന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. സുജയ. ഓക്കെ സിനോജ് തോമസ്, ഇതിന്റെ തുടർ വാർത്തകളും ശേഖരിക്കുക.